ഹലോ ഗൈസ്, ഇന്ന് നമുക്ക് കുറച്ച് ട്യൂബർ എടുക്കണം. കാവേരി ലോട്ടസിൻ്റെ ഉണ്ട്, പിന്നെ കണക്ക് അഖിലയുടെ ഉണ്ട്. അഖിലയുടെ നമുക്ക് ആദ്യം എടുക്കാം. ഇപ്പോൾ ഡിസംബർ മാസമല്ലേ, ഇപ്പം ട്യൂബർ എടുക്കേണ്ട ടൈമായി. എല്ലാത്തിലും ട്യൂബർ വന്നിട്ടുണ്ട്. ഇതിൻ്റെ ഈ ലീഫൊക്കെ ഒന്ന് വെട്ടിക്കളഞ്ഞാൽ നമുക്ക് പിന്നീട് ഇത് നന്നായിട്ട് ഇതിൽ നിന്ന് ട്യൂബർ എടുക്കാൻ പറ്റും. കണ്ടില്ലേ, ഇതെല്ലാം ഈ ഒരു ട്യൂബർ എടുക്കുന്ന സമയമാകുമ്പം കൂടുതൽ ഇലകളും ഇതിനൊക്കെ കരിഞ്ഞു വാങ്ങി നിൽക്കും. മാത്രമല്ല, ഇതിപ്പം നവംബർ, ഡിസംബർ, ജനുവരി ഈ സമയങ്ങളിലാണ് ട്യൂബർ കൂടുതലായിട്ട് കിട്ടുന്നത്. ആ സമയത്ത് പൂക്കളൊന്നും ഉണ്ടാകത്തില്ല. ഇനി എന്താ കാവേരി, ഇതിപ്പോൾ അഖിലയുടെ ആണ്. അഖില എന്ന വെറൈറ്റിയുടെ. ഇനി കാവേരി ഉണ്ട്, പിങ്ക് ക്ലൗഡ് ഉണ്ട്. അങ്ങനെ കുറച്ച് വെറൈറ്റി ഉണ്ട്. ഇനി എടുക്കാം. ഇതെല്ലാം വൃത്തിയാക്കി. ഇനി ഇതിനകത്ത് ഗപ്പി കിടപ്പുണ്ട്. ഇനി എല്ലാത്തിനെയും സേഫായിട്ട് പിടിച്ച് മാറ്റണം. അത് ഈ ലീഫെല്ലാം ഇതിനകത്ത് കിടക്കുന്ന അസോള. ഇനി അതെടുക്കണം. കുറച്ച് പണിയാണ്. എന്തായാലും നമുക്ക് നോക്കാം. നമുക്ക് ഈ ഒരു പാത്രത്തിലോട്ട് അസോള വാരാം. ഇതിനകത്ത് ഒരുപാട് ഗപ്പി കാണും. ഒന്നാമത് ഇതാണെങ്കിൽ നാടൻ ഗപ്പിയാണ്. കാരണം ഒരു 2 ജോഡി കൊണ്ട് ഇട്ടാൽ മതി. അപ്പോഴേക്കും ഇതൊന്ന് പെറ്റ് പെരുകും. ഒരുപാട് വെറൈറ്റി അല്ല, ഒരുപാട് പെറ്റ് പെരുകി ഒരുപാട് ഗപ്പികളുണ്ടാവും. അങ്ങനെ നമ്മൾ ഇതാണ്ട ഈ അസോള എല്ലാം മാറ്റി. ഇതുണ്ടോ, ഇതിനകത്തൊരു ആർട്ട് പണി നടത്തിയാൽ കൊള്ളാം. പണ്ടൊക്കെ നമ്മൾ സ്കൂളിൽ പഠിക്കാൻ നേരം ഇങ്ങനെയൊക്കെ ചെയ്യുമായിരുന്നു. ഇതിനകത്ത് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒന്ന് വരയ്ക്കും. പ്ലാവിൻ്റെ ഇടയാണ് ഒരുപാട്. എനിക്കൊന്ന് ഒരു കൊല്ലം ആയെന്ന് തോന്നുന്നു. ഇങ്ങനെ നോക്കി അതിൻ്റെ അടിപൊളി. ഇതെന്തായാലും നമുക്ക് കഴുകി വൃത്തിയാക്കി ഇതിനകത്തൊരു പെയിൻറ്റിങ് ചെയ്യാം. ഇതിൻ്റെ ഈ സൈഡിലൊക്കെ കുറച്ച് പോകാനുണ്ട്. നോക്കട്ടെ, ഇനിയും തപ്പിയാൽ ചിലപ്പോൾ വേറെയൊക്കെ കിട്ടും. ഒരുപാട് ഗപ്പികളുണ്ട്. അവന്മാരെയൊക്കെ ഇനി സേഫായിട്ട് മാറ്റണമല്ലോ. ഒറ്റപ്പറലിൽ തന്നെ കുറേ കിട്ടി. അപ്പോൾ നമ്മൾ ഏകദേശം കുറേ എണ്ണത്തെ എടുത്ത് ഇനിയുണ്ട്. ഇനി എന്തായാലും നമുക്ക് ബാക്കി നാളെ എടുക്കാൻ. വേണ്ട, കാണാൻ പറ്റുമോ എന്നറിയില്ല. ഒരു 10-20 എണ്ണം ഉണ്ട്, ചെറുതും വലുതായിട്ടാൻ കൂടി. അവിടുന്ന് പിടിച്ച ഗപ്പികളെല്ലാം നമ്മൾ നമ്മുടെ ഫ്രിഡ്ജ് ബോക്സിനകത്ത് റിലീസ് ചെയ്യാൻ പോയാണ്. ഏകദേശം 50ഓളം ഗപ്പികളുണ്ടായിരുന്നു. ഇനി ഇതിനകത്ത് ഇപ്പം തന്നെ ഒരുപാട് ഗപ്പികളായി. ഇനി ഇതിനെയും കൂടി ഇടുമ്പം തന്നെ ഒരുപാട് കുഞ്ഞുങ്ങളുണ്ടാവും. ഇനി പിന്നെ ഈ നാടൻ ഗപ്പിയായോണ്ടാണ് ഇത്രയും പെട്ടെന്ന്. ഇപ്പം മഴ പെയ്താലും വെയിൽ വന്നാലും ഒരു കുഴപ്പമില്ല. അങ്ങനെ നമ്മൾ അഖിലയുടെ ട്യൂബർ എടുക്കാൻ പോയാണ്. കാരണം എല്ലാം ക്ലീൻ ചെയ്ത് ഇതിനകത്ത് ഫുള്ള് മീനെ എല്ലാം പിടിച്ച് മാറ്റി. നമ്മൾ കുറേ ട്യൂബറുണ്ട്. അത്യാവശ്യം എല്ലാം നല്ല ട്യൂബറുകളാണ്. എന്തായാലും ഇത് നമ്മളെല്ലാം ഫുള്ള് കട്ട് ചെയ്തെടുക്കാം. അങ്ങനെ എല്ലാ ട്യൂബറും നമ്മൾ കഴുകണം. ഫുള്ള് ചെളി പിടിച്ചിരിക്കുക.
അങ്ങനെ നമ്മൾ ട്യൂബറെല്ലാം ഫുള്ള് ക്ലീൻ ചെയ്ത് ഇതുണ്ടോ, എല്ലാം നല്ല ഹെൽത്തി ആയിട്ടുള്ള വലിയ ട്യൂബേഴ്സ്, നല്ല ഗ്രോത്ത് ടിപ്പൊക്കെ ഉള്ള ഈ ട്യൂബർ. ഇതാണ് ഈ കൂട്ടത്തിൽ ഏറ്റവും വലുത്. ഇതിന് 250 രൂപയാണ്. പിന്നെ എന്താ ഇതുണ്ട്, ഇതും ഇത് രണ്ടും 220. കാരണം ഗ്രോത്ത് ടിപ്പ് കണ്ടോ 2, 3 ഒക്കെ വെച്ചുണ്ട്. പിന്നെ ചെറുതൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഇത് 150-ൻ്റെ. ഇത് രണ്ടും. അപ്പോൾ ഇത്രയും ട്യൂബറാണ് നമുക്ക് കിട്ടിയത്. ഇതിനൊക്കെ കൂടുതൽ കിട്ടി. ബാക്കി വേണ്ട കുറച്ച് അവിടെ കിടക്കുന്നു. പിന്നെ കുറച്ച് ഞാൻ വേറെ ടബിനകത്തിട്ട്, അതെല്ലാം പക്ഷേ ചെറുതാണ്, വെറും ചെറുതാണ്. അത് തൽക്കാലം ഞാൻ ഇവിടെ സെറ്റ് ചെയ്ത് വെക്കും വേറെ ടബിനകത്ത്. ഇനിയും നമുക്കൊരു രണ്ട് ടബ് അഖിലയുടെ എടുക്കാനുണ്ട്. പിന്നെ കാവേരി ഉണ്ട്, പിങ്ക് ക്ലൗഡുണ്ട്. ബാക്കി ഈ വരുന്ന ഒരാഴ്ചക്കകത്ത് എല്ലാം എടുത്ത് വീഡിയോ അന്നേരം തന്നെ ഇടുന്നതാണ്. അപ്പോൾ ഇത് ആവശ്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിലേക്ക് വാട്സപ്പ് അയച്ചാൽ മതി. അപ്പോൾ നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഉള്ളത് അഖിലയും പിന്നെ അതാണ് തന്നെ കാവേരി, ഈ 2 ട്യൂബറാണ് നമ്മുടെ കയ്യിലുള്ളത്. രണ്ടും നല്ല വെറൈറ്റിയാണ്, കാണാനും അത്യാവശ്യം നല്ല വലിയ പൂക്കളാണ്. പിന്നെ നന്നായിട്ട് ഫ്ലവറും ചെയ്യുന്ന പൂക്കൾ തന്നെയാണ്. അതാണ് തന്നെ ട്യൂബറും കിട്ടും. കാവേരിക്ക് നല്ല ട്യൂബർ കിട്ടും. അപ്പോൾ ഇത് രണ്ടും ആവശ്യമുള്ളവർ വേഗം തന്നെ കോൺടാക്റ്റ് ചെയ്യുക. പിന്നെ നമ്മൾ അയക്കുന്ന കൊറിയർ എന്ന് വെച്ചാൽ DTDC കൊറിയറാണ്. കൊറിയർ ചാർജ് 50 രൂപയാണ്. ഓക്കെ, ബൈ, താങ്ക് യു.